ആകാശം ഇന്ന് എയർലൈൻസ് കുത്തകകളുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട സത്യം അത് തന്നെയാണ്. സീസൺ അനുസരിച്ചും അല്ലാതെയും കുത്തനെ ഉയർത്തുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ യാത്രക്കാരെ തെല്ലൊന്നുമല്ല വലച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അതിനൊരു ബദൽ ഒരുങ്ങുകയാണ്. കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കപ്പൽ യാത്ര അധികം വൈകാതെ സാധ്യമായേക്കുമെന്നാണ് സൂചന. അതെ, കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ കപ്പൽ പദ്ധതി യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കുകയാണ്. യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുവാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് നിലവിൽ 3 കമ്പനികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ കേരള മാരിടൈം ബോർഡിന് താല്പര്യപത്രം സമർപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ അപേക്ഷകൾ ബോർഡിന് കീഴിലെ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് വിശദമായ പഠനവും ചർച്ചയും നടത്തി 1 മാസത്തിനകം തന്നെ സർക്കാരിന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും കപ്പൽ സർവീസ് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. വിവിധ കാര്യങ്ങളിൽ വിശദമായ പരിശോധനയാണ് സർക്കാർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UAE-യിലേക്കെന്ന പ്രാഥമികമായി തീരുമാനിച്ചെങ്കിലും ഏതെല്ലാം തുറമുഖങ്ങളിലേക്കാണ് സർവീസ് നടത്തേണ്ടത്, കേരളത്തിലെ ഏതെല്ലാം തുറമുഖങ്ങളുമായി സർവീസ് നടത്തണം, സർവീസിനായി ഏത് തരം കപ്പലാണ് ഉപയോഗിക്കേണ്ടത്, എത്ര പേർക്ക് യാത്ര ചെയ്യാനാകും, യാത്രാ നിരക്ക്, കൂടുതലായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാകും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസിന്റെ സാധ്യത മനസ്സിലാക്കിയ സർക്കാർ മാർച്ച് 7-നാണ് കേരള മാരിടൈം ബോർഡ് വഴി താല്പര്യപത്രം ക്ഷണിക്കുന്നത്. മാർച്ച് 27-ന് കൊച്ചിയിൽ സർവീസ് നടത്താൻ താല്പര്യമുള്ളവരെയും സർവീസിന് കപ്പൽ വിട്ടുകൊടുക്കുവാൻ കഴിയുന്ന കമ്പനികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബിസിനസ് മീറ്റും നടത്തിയിരുന്നു. താല്പര്യപത്രം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാക്കുന്നതിന് കടമ്പകൾ ഏറെയുണ്ട്. 3-4 ദിവസത്തെ യാത്ര, അതിന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ നിരക്ക്, അനുവദിക്കാവുന്ന ലഗേജ്, ഷിപ്പിംഗ് കമ്പനികൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ, സർക്കാരിനും മാരിടൈം ബോർഡിനും പരിഹരിക്കാനാകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ട പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് ലക്ഷ്യമെന്നാണ് NS പിള്ള പറഞ്ഞു വെക്കുന്നത്. ആഡംബര കപ്പലുകൾ, ചരക്കു കപ്പലുകൾ, യാത്രാ ചരക്ക് കപ്പലുകൾ, സ്ഥിരമായും സീസണുകളിലുമുള്ള സർവീസുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഷിപ്പിംഗ് കമ്പനികൾക്ക് താല്പര്യപത്രം സമർപ്പിക്കുവാനാണ് അവസരം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് നേരിട്ടോ കൊച്ചി ബേപ്പൂർ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടോ ദുബായ് സെക്ടറിൽ സർവീസ് നടത്തുവാനാണ് ആലോചന. പദ്ധതി നടപ്പിലായാൽ പ്രവാസികൾക്ക് മുന്നിലെ വലിയൊരു കടമ്പ തന്നെയാവും ഒഴിവാകുന്നത്.